എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടച്ചോറാണ്. മുട്ടച്ചോറുണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇട്ട് 30 സെക്കൻഡ് മൂപ്പിക്കുക. അതിലേക്ക് ഒരു മീഡിയം സവോള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഇട്ട് മസാലയുടെ പച്ചമണം മാറാൻ ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അല്പസമയം കഴിഞ്ഞ് മുട്ട സവാളയുമായി ചേർത്തിളക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മുട്ട സ്ക്രാമ്പിൾ ചെയ്യുക. തീരെ പൊടിയായി ഇളക്കരുത്. മുട്ടയുടെ കഷ്ണങ്ങൾ അല്പം വലിപ്പത്തിലായിരിക്കണം. അതിലേക്ക് 400 ഗ്രാം വേവിച്ച ബസ്മതി റൈസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചോറിന് അല്പം നനവ് കിട്ടാനായി അല്പം വെള്ളം തളിക്കുക. വെള്ളം കൂടിപ്പോകരുത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ മുട്ടച്ചോറ് റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.